ഹണിമൂൺ ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചില ഫോട്ടോസൊക്കെ മൊബൈൽ വന്നതല്ലാതെ വിശദമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ ജീവിതത്തില് കല്യാണത്തിന് ശേഷം നഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങൾ തിരിച്ചു പിടിച്ചു. എന്നാ കേട്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും കൂടുതൽ സന്തോഷങ്ങൾ ഉണ്ടാവാൻ പോവാ. ഒരാളുടെ കൈയുടെ ഞരമ്പുകൾ പിടിച്ചു നോക്കുമ്പോൾ തന്നെ എന്നെ പോലുള്ള വൈദ്യന്മാർക്ക് ശരീരത്തിനുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ആ ഒരു അനുഭവത്തിന്റെയും പരിചയത്തിന്റെയും പുറത്ത് പറയുക, നിങ്ങൾക്കിടയിലേക്ക് ഒരാൾ കൂടി വരാൻ പോവുക. എടോ കണ്ണ, തന്റെ കുഞ്ഞ് മഹാലക്ഷ്മിയുടെ ഉദരത്തിലുണ്ടടോ. ലക്ഷണങ്ങൾ കേട്ടപ്പോൾ തന്നെ എനിക്ക് നേരിയൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോഴത് ഉറപ്പായി. സർ, ഇത് എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ശരിക്കും വിശ്വാസം വരുന്നില്ല സർ. അപ്പോ എന്നെ വിശ്വസിക്കാതായോ രണ്ടാളും? അയ്യോ, അതല്ല സർ. എടോ കണ്ണ, തനിക്കും മോൾക്കും ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണൂ, രണ്ടാളും കൂടെ. എന്നിട്ട് ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് ഉറപ്പുവരുത്തിക്കൊള്ളൂ. സാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായിരിക്കും. എങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തി പറഞ്ഞത് ഉറപ്പിക്കണമല്ലോ. പിന്നെ ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലൊന്നും പോണമെന്നില്ല ഇത്തരം കാര്യങ്ങൾ സ്ഥിരപ്പെടുത്താൻ. അടുത്തുള്ള ഏതെങ്കിലും ലാബിൽ പോയാലും മതി. അതല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റു മാർഗങ്ങളുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ. അതൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. തത്കാലം ഒരു നല്ല ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നതാണ് നല്ലത്. ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇങ്ങനൊരു സംശയം ഇല്ലായിരുന്നു സർ. കണ്ണമ്മോന്റെ പിറന്നാൾ വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാ. അടുത്ത കാർത്തികയ്ക്ക് മോൾ ഒരു സന്തോഷ വർത്തമാനം കേൾപ്പിക്കും കേട്ടോ. എന്താ അമ്മേ? അതൊന്നും ഞാനിപ്പൊ പറയുന്നില്ല. എന്റെ വാക്കുകൾ ഇതുവരെ തെറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതും വിശ്വസിക്കാം. മോളെന്താ ആലോചിക്കുന്നേ? ഇവിടെ കലണ്ടർ ഉണ്ടോ സർ? ആ കലണ്ടറിൽ എവിടെ കിടക്കുന്നത്? കണ്ണേട്ടാ, നോക്ക്, ഇന്ന് കാർത്തികയാ. കാർത്തിക ദിവസം ഒരു അത്ഭുതം സംഭവിക്കുന്ന ആ സിദ്ധയായ അമ്മ എന്നോട് പറഞ്ഞത്. അത് ശരി, മോള് മിക്കപ്പോഴും കാണുന്ന ആ സിദ്ധയായ അമ്മയെ മോള് കണ്ടിരുന്നോ? ആ, കണ്ടിരുന്നു സർ. ആ സമയത്ത് ഇന്ന് എന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സംഭവിക്കുമെന്ന് അമ്മ എന്നോട് പറഞ്ഞതാ. പക്ഷെ ഞാനത് മറന്നുപോയി. എന്നാലും ഇപ്പൊ ഓർത്തല്ലോ. ആ അത്ഭുതമായി ഇപ്പൊ കേട്ടത്. എന്നാലേ ഇനി അമ്മ അവൻ തയ്യാറെടുത്തോ.